ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വേറൊരു മിനി വ്ളോഗായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ പ്ലേസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ര കണ്ടു പരിചയം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം ഇക്കാൻ്റെ ഉമ്മാൻ്റെ പെരക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പോയതേനു, ഞാനും അന്നും കൂടെ. അപ്പം അവിടെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമാണ് കേട്ടോ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എപ്പോൾ ഈ ഫോണിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കാണാം, അതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം. അങ്ങനെ ഇവിടുത്തെ പണികളൊക്കെ ഞാനിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പോകുന്ന പണ്ടത്തെ സിസ്റ്റമാണല്ലോ ഈ ഒരു ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളത്. അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തത് കേട്ടോ. ഇവിടെ എല്ലാ കാര്യങ്ങളും പണ്ടത്തെ ഇതിൽ തന്നെയാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ എനിക്കൊന്നിങ്ങനെ ഒരു രസം തോന്നിയപ്പം ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും വെള്ളം വലിക്കുകയാണ് കേട്ടോ ചെയ്യുക. ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് അങ്ങനെ എടുക്കലൊന്നുമില്ല. അങ്ങനെ വെള്ളം ഞാൻ വലിച്ചിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, ഈ ഒരു കുടത്തേക്ക് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അങ്ങനെ അത്ര പരിചയമൊന്നുമില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ വലിക്കാണ്ട് അറിയായികൊന്നുമില്ല, എന്നാലും കഴിയണ പോലെ കുറേ കാലത്തിന് ശേഷം വലിക്കണോണ്ട് തന്നെ കുറച്ച് ഒരിതുണ്ടേനും. ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ വെള്ളം വലിക്കാൻ വേണ്ടി പോയത്. വന്നപ്പോഴേക്കും തീയെല്ലാം കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഒന്നും കൂടെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഡെയിലി 10 മിനിറ്റിൻ്റെ വീഡിയോ എങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഈ ഒരു മടി കാരണം അതൊന്നും നടക്കണില്ല. അപ്പോൾ ഇന്ന് കറിക്ക് മീൻ കിട്ടിയത് കോരമീനാണ് കേട്ടോ. പക്ഷേ അത് കറി വെക്കണില്ല എന്ന് വിചാരിച്ചു. അത് പൊരിച്ചിട്ട് വേറെ എന്തെങ്കിലും പച്ചക്കറി തേങ്ങ അരക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനുള്ള വേസ്റ്റ് ഞാൻ ഇവിടെ കുറച്ച് പൂച്ചകളുണ്ട്, അപ്പോൾ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർ നോക്കുന്ന പൂച്ചയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ പൂച്ചക്കുള്ള പാത്രത്തിൽ തന്നെ അങ്ങ് ആക്കിയിട്ട് വെച്ചിന്. പിന്നെ മീനൊക്കെ നന്നാക്കി ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ കിച്ചണിൽ ഓരോ പണി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നും വരൊക്കെ അവിടെ സിറ്റൗട്ടിലാണ്. ഇപ്പോഴത്തെ റേഷൻ അരിയിൽ ഒരു അരിനെ പോലെ തോന്നിക്കുന്ന ഒരു വെള്ള സാധനം ഉണ്ടല്ലോ, അത് അരിയിൽ നിന്ന് എടുത്ത് ചാടിയിട്ടാണ് ഇക്കാൻ്റെ വല്യമ്മ ഇവിടെ ചോറ് വെക്കൽ. പൊരിക്കാനുള്ള മീൻ ഞാൻ കായം പറ്റിയിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചോറിൻ്റെ വെള്ളം ഇവിടെ കാഞ്ഞു കേട്ടോ. അപ്പം ഇനി അരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അരി അളന്നിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു നായ ഞാൻ കണ്ടത്. ഇതൊക്കെ പണ്ടത്തെ ഒരു നായയാണല്ലോ. ഇപ്പം ഇതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ പണ്ടത്തെ തന്നെയാണ് കേട്ടോ ഇവർ യൂസ് ആക്കൽ. ഞാൻ കിച്ചണിൽ നല്ല പണിയിലാണെന്നുള്ളത് അന്നു മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഓള് പുറത്ത് നല്ല ചളിയിൽ കളിക്കലാണ്, മണ്ണിൽ കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കിച്ചണിൽ നിന്ന് വിളിക്കുന്നതിന് ഓളോട് വരാൻ പറഞ്ഞിട്ട് ഒരു നിലക്കും ഓള് വരാൻ കൂട്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് കറിക്ക് ഒരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ഇനിയിപ്പം പപ്പായ തേങ്ങ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഇടയിൽ ഞാനിതാ അരി ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കട്ട കുത്തുമല്ലോ. അരി നന്നായി ഇളക്കിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകിനും വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്കൊന്ന് വന്നതാണ്. റൂമിലാണ് കേട്ടോ റൂമിൽ കട്ടിൻ്റെ ഇടയിലാണ് ഇവർ പച്ചക്കറിയൊക്കെ എടുത്തു വെക്കൽ. ഇങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എലിൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ എലി വരൂല എന്നുള്ള ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമാണ് ഇവർ സാധനങ്ങൾ വെക്കൽ. കറിക്കുള്ള പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പപ്പായ എല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടിനി. പപ്പായ തേങ്ങ അരച്ചത് ഞാൻ വെള്ളക്കറി ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതായത് മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല, മഞ്ഞപ്പൊടി കാര്യങ്ങളൊന്നും ഇടണമെന്നില്ല. വെറും പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ അങ്ങനെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ ഞാനിതാ അത് ഗ്യാസിൽ വെച്ചിട്ട് മീനൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതിനു. അങ്ങനെ നല്ല പച്ച തേങ്ങയാണ് കേട്ടോ. അന്നു ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടൊന്നും ഓള് തിരിഞ്ഞ് നിൽക്കുകയാണ്, വരാൻ കൂട്ടാക്കുന്നില്ല. കുറച്ച് സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴേക്കൊക്കെ ഇവിടെ ചോറെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് വേഗം പപ്പായലൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അന്നു തേങ്ങ പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ നോക്കുമ്പം ഇത് കരിക്കേനും. അങ്ങനെ ആ വെള്ളം ഓക്ക് കൊടുത്തു. പിന്നെ ഇതൊന്ന് ഞാനങ്ങനെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഓക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. തേങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ അനുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇതും കൂടി ആയാലും പിന്നെ പറയണ്ടല്ലോ, ജ്യൂസെല്ലാം അടിച്ചാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല, അപ്പോൾ അതിനെ വേഗം എടുത്തിട്ട് കഴിച്ചു എല്ലാവർക്കും കൊടുത്തിട്ട്. പിന്നെ കറിയെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി ഈ ഫുള്ള് ക്ലീൻ ആക്കുന്നതിനും. ഗ്യാസെല്ലാം അങ്ങനെ ഇവർക്ക് ഒറ്റക്കാവുമ്പോൾ അങ്ങനെ തുടക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരുവിധം ക്ലീനിങ് ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഗ്യാസ് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു തരികൊക്കെ പറഞ്ഞാൽ വായൻ്റെ എന്തെല്ലോ സംഭവങ്ങൾ വെച്ചിട്ട് ആക്കിയതാണ്. അതെല്ലാം പണ്ടത്തെ തന്നെയാണ് കേട്ടോ. മറ്റേത് നമ്മളെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെതാണ് തരിക.
ഇവിടെ ഇങ്ങനത്തതാണ് ഇവർ ഉപയോഗിക്കുക. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ചു വാരി ക്ലീൻ ആക്കുന്നേ ഉള്ളൂ, തുടക്കാനൊന്നും വേണ്ടി നിന്നില്ല. അവിടെ നല്ലോണം പൊടിയും ചളിയും, ചളിയല്ല ഇങ്ങനെ ഈ വെണ്ണീരിൻ്റെ ഇതെല്ലാം ആയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതുണ്ട്. പിന്നെ തുടച്ചാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിനൊന്നും വേണ്ടി നിന്നില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിനി. പിന്നെ ഫ്ലാസ്ക്കിലുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഫ്ലാസ്ക്കിലുള്ള വെള്ളം സാധാരണ ഞാൻ അങ്ങനെ ഒഴിക്കാനുണ്ടെങ്കിൽ ക്രാബ് വെച്ചിട്ടാണ് ഒഴിക്കൽ. ഇപ്പോൾ ഞാൻ ചെയ്ത ശീലം വെച്ച് അങ്ങനെ പരിചയമില്ലാത്തതിനെ കൊണ്ട് തന്നെ അങ്ങനെ പുക കയ്യിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക് എടുത്ത് അങ്ങനെ ഫ്ലാസ്കിലേക്ക് വെള്ളം ഞാൻ നിറച്ചു. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പപ്പടം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താക്കി, അതും കൂടെ ഒന്ന് വേഗം പൊരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചതും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽക്കൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതും കൂടെ ഞാൻ പൊരിച്ചിട്ട് വെച്ചിനി. പപ്പടം ഇടാനുള്ളൊരു പാത്രം കാണാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കവറിലാക്കിയിട്ട് അങ്ങ് ഇട്ടു. കവറിലാക്കിയാലും പപ്പടം അങ്ങനെ തണുത്ത് പോകുകയൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ കറിയും സെറ്റായിട്ടുണ്ട്. അങ്ങനെ അലക്കലും ആറിടലെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ. മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാണ്ടേനു. രാവിലെ അതിനൊന്നും കൂടിയിട്ടില്ലേനു. നല്ല പൊരിഞ്ഞ ചൂടാണ് കേട്ടോ, പൊരിഞ്ഞ വെയിലുമാണ്. അതുകൊണ്ട് തന്നെ വേഗം അടിച്ചു വാരിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവർ പയർ പൊട്ടിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാനും പിന്നെ കാണുന്ന പയറൊക്കെ ഞാനും എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം വേണമെങ്കിൽ വറവെല്ലാം ആക്കാമല്ലോ. ഞാൻ പയറിങ്ങനെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ പൊട്ടിച്ച് ഇടുന്നുണ്ട് കേട്ടോ, വറവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുളി, നിസ്കാരം, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിനൊക്കെ ശേഷം ഈവനിങ് ആയപ്പോൾ മണ്ണിങ്ങനെ പുറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മലൻ്റെ മുകൾക്ക് ഇങ്ങനെ കുറച്ചൊന്ന് പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് പെരക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ബൈ.